റിറ്റൂസ് സ്കൂളിൽ പോകുമ്പോഴേ പറഞ്ഞിരുന്നു വൈകുന്നേരം ഞാൻ വരുന്ന സമയത്ത് വീഡിയോ എടുക്കണം അമ്മയെന്ന്. ഞാൻ വൈകുന്നേരം ഇവരുടെ ചായ റെഡിയാക്കുന്ന തിരക്കിലായതുകൊണ്ട് ഇവൻ്റെ വണ്ടി വന്ന സൗണ്ട് കേട്ടില്ല. ഇവൻ നേരെ ബാഗും വെച്ച് നേരെ കുളിക്കാൻ പോവലായി. ഇത് നമ്മുടെ രണ്ടാമത്തെ ആൾ കേട്ടോ, കാശിക്കൂട്ടൻ. വീഡിയോ എടുക്കുന്ന മൂപ്പർക്ക് ഒട്ടും ഇഷ്ടമായിട്ടാ. അവിടുന്ന് വണ്ടിയിൽ നിന്ന് മാമൻ പറയുന്നുണ്ട്, ടാറ്റ മോനെ കാശിക്കൂട്ട, ടാറ്റാക്ക് മോനെ കാശിക്കൂട്ടാന്ന്. പക്ഷേ വീഡിയോ എടുക്കുന്ന കണ്ട് ദേഷ്യം പിടിച്ച് അവൻ ടാറ്റ ആക്കിയില്ല, ബാഗ് എടുത്ത് ഊരി എറിഞ്ഞ് ഓടി സോഫയുടെ മുകളിൽ പോയി കിടന്നു. വാശി പിടിച്ച് കരഞ്ഞാലും കാശിക്കൂട്ടൻ കുറച്ച് നേരേ കരയൂ. ഞാൻ സോപ്പിട്ട് പറഞ്ഞ് നേരാക്കി കാശിക്കൂട്ടനും ഏട്ടനും കുളിച്ച് വന്ന് കുഞ്ഞുവാവനെ കളിപ്പിക്കലായി. ഏട്ടൻ പോയി സോഫയുടെ മുകളിൽ ഇരുന്ന്. അങ്ങനെ കാശിക്കൂട്ടനും കുഞ്ഞാവയും മാത്രമായി കളി. കുഞ്ഞുവാവനെ ഏട്ടനോട് നോക്കാനും പറഞ്ഞ് ഞാനും കാശിക്കൂട്ടനും ചായ ഉണ്ടാക്കാൻ വന്നു. കാശിക്കൂട്ടനെ കൂട്ടാതെ ചായ ഉണ്ടാക്കാൻ വന്നാൽ ഞാനും റിറ്റൂസും മാത്രം ചായ കുടിക്കേണ്ടി വരും. അവന് ചായയിൽ പാലും പഞ്ചസാരയും ചായപ്പൊടിയും എല്ലാം അവന് ഇടണം. ഇന്ന് ചായക്ക് അവൽ നനച്ചതും ചായയാണ് കേട്ടോ. അങ്ങനെ അവൽ നനച്ചതും ചായയും തിന്നലായി. കാശിക്കൂട്ടൻ സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടാണ് കഴിക്കുന്നത്, മുൻപത്തെ സൈഡ് കൊണ്ടല്ല കഴിക്കൽ. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് കാശിക്കൂട്ടൻ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ കളിക്കാൻ പോവലായി. കളിക്കാൻ പോകുന്നത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അവന് ഭയങ്കര ദേഷ്യമാണ്. ഓടുന്ന കണ്ടില്ലേ. അവൻ്റെ ചേച്ചിമാരെ അപ്പുറം കാത്തു നിൽക്കുന്നുണ്ട്, അതാ അവൻ ഓടിപ്പോകുന്നത്. വൈകുന്നേരത്തെ കളിയെല്ലാം കഴിഞ്ഞ് രണ്ടാളും കാലും കയ്യെല്ലാം കഴുകി വിളക്ക് കത്തിക്കാൻ പോയി. പോകുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോൾ ഒരാളേ ഇല്ലൂ. അങ്ങനെ വിളക്കെല്ലാം വെച്ച് വൈകുന്നേരം രണ്ടാളും കൂടി അവരെ ഹോംവർക്കെല്ലാം ചെയ്യലായി. കാശിക്കൂട്ടനും ഉണ്ട് ഹോംവർക്ക്, റിച്ചുവിനും ഉണ്ട് ഹോംവർക്ക്. കുഞ്ഞുവാവ ഇവിടെ ഉറങ്ങുന്നുണ്ട് കേട്ടോ.